916 സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി ആലിസൺ ഗോൾഡ് സൂക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആലിസൺ ഗോൾഡ് സൂക്ക്, AM മാർക്കറ്റ്, മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ ചുവരെഴുത്തുമായി മുസ്ലിം ലീഗ് പ്രവർത്തകർ. നിലമ്പൂർ ചന്തക്കുന്നിലാണ് UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് തേടിയുള്ള ചുവരെഴുത്ത്. സ്ഥാനാർത്ഥിയുടെ പേരില്ലെങ്കിലും കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് അഭ്യർത്ഥിച്ചുള്ള ചുവരെഴുത്താണുള്ളത്. ഇലക്ഷൻ പ്രഖ്യാപനവും സ്ഥാനാർത്ഥി നിർണയവും നടന്നിട്ടില്ലെങ്കിലും മുസ്ലിം ലീഗ് പ്രവർത്തകർ ആവേശത്തിരയിളക്കത്തിലാണ്. 2016 നഷ്ടമായ നിലമ്പൂർ മണ്ഡലം തിരിച്ചുപിടിക്കണമെന്ന ആവേശമാണ് ഓരോ മുസ്ലിം ലീഗ് പ്രവർത്തകന്റെയും മുഖത്ത് തെളിയുന്നത്. കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ നടത്തിയ ലീഗിന്റെ ജാഗ്രതാ സംഗമത്തിലേക്ക് 2000-ഓളം പ്രവർത്തകരാണ് ഒഴുകിയെത്തിയത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാനിരിക്കെ പിണറായി സർക്കാരിന്റെ വരവിന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തടയിടുകയാണ് മുസ്ലിം ലീഗിന്റെ ലക്ഷ്യം. ഇത് ജനാധിപത്യത്തിന്റെ ഒരു ആഘോഷമാണ്. കാരണം കേരളത്തിലെ ജനത ഒന്നടങ്കെ ഈ സർക്കാരിനെതിരെ വിധിയെഴുതാനുള്ള, പിണറായി സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ വിധിയെഴുതാനുള്ള ഒരു അവസരമായിട്ടാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിനെ കാണുന്നത്. നമുക്കറിയാം, ഒട്ടനവധി വിഷയങ്ങൾ, സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ഒട്ടനവധി വിഷയങ്ങൾ ഇവിടെ നമ്മുടെ മുമ്പിലുണ്ട്. XMLA പറഞ്ഞതുപോലെ ഇത് പിണറായി സർക്കാരും നിലമ്പൂരിലെ ജനതകൾ നൽകുന്ന, ഈ കേരളത്തിന് നൽകുന്ന ഒരു സന്ദേശമാണ്. പിണറായി സർക്കാരിനെതിരെ ഒന്നാമത്തെ തിരിച്ചടിയായി ഈ ഒരു വിജയത്തെ, UDFന് ഈ ഒരു വിജയം കൈവരിക്കുക എന്നുള്ളൊരു ദൗത്യം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മുനിസിപ്പൽ കമ്മിറ്റിയിലെ ഈ കമ്മിറ്റി അടക്കമുള്ള ഇതിന്റെ പ്രവർത്തകർ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇതൊരു തുടക്കമാണ്. ഇനി അങ്ങോട്ട് ഇവിടെ പറഞ്ഞതുപോലെ ഈ മുൻ MLA രാജിവെച്ചത് മുതൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുസ്ലിം ലീഗ് ഇറങ്ങിയിരിക്കുകയാണ്. UDFന്റെ സ്ഥാനാർത്ഥി ആര് എന്നതല്ല, ഞങ്ങളുടെ നേതൃത്വം ശ്രീ സയ്യിദ് സാദിഖ് അലി ഷാദങ്ങള്, ശ്രീ PV അബ്ദുൽ വഹാബ് സാഹിബ് അടക്കമുള്ള ജില്ലാ സെക്രട്ടറി ശ്രീ അബ്ദുൽ ഹമീദ് അടക്കമുള്ള ആളുകളുടെ ആഹ്വാന പ്രകാരം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇത് UDFന് ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു മണ്ഡലമാക്കിയിട്ടുള്ള ഒരു വിജയം കൈവരിക്കാൻ സജ്ജമായിട്ട് തയ്യാറായി നിൽക്കുകയാണ്. സ്ഥാനാർത്ഥി ആരായാലും UDF വിജയം മാത്രമാണ് ലീഗിന്റെ ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.